ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. തിരുമലദാസുവിന് ശ്രീപാദൻ്റെ ദിവ്യാനുഗ്രഹം. രവിദാസു എനിക്ക് എൻ്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച മൂത്ത മകനാണ്. നരസാവധാനിയുടെ വസ്ത്രങ്ങൾ ഞാൻ സ്വയം അലക്കാതെ രവിദാസുവിനെ കൊണ്ട് അലക്കിക്കുകയായിരുന്നു ചെയ്തത്. നരസാവധാനി എങ്ങനെയോ അത് അറിയാനിടയായി. ഞാൻ തന്നെ തൻ്റെ വസ്ത്രങ്ങൾ അലക്കണമെന്ന് അദ്ദേഹം കൽപ്പിച്ചു. ശ്രീപാദൻ്റെ നാമം സ്മരിച്ചുകൊണ്ട് ഞാൻ നരസാവധാനിയുടെ വസ്ത്രങ്ങൾ അലക്കി. രവിദാസു വസ്ത്രങ്ങൾ നരസാവധാനിയുടെ വീട്ടിൽ കൊടുത്തു. ആ വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ നരസാവധാനിക്ക് അസാധാരണമായി തൻ്റെ ദേഹത്ത് തേളും വിഷമുള്ള പഴുതാരകളും അരിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിന് അവ തീ കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു. തൻ്റെ ദേഹം തീയിൽ വെച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മറ്റാർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായില്ല. അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി. ഞാൻ ആഭിചാരം കൊണ്ട് ഏതോ ദുർദേവതയെ ആ വസ്ത്രങ്ങളിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ടെന്നും ഈ ഹീനമായ പ്രവൃത്തിക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടുമെന്നും പറഞ്ഞു. അദ്ദേഹം ന്യായാധിപൻ്റെ മുമ്പിൽ പരാതി ബോധിപ്പിച്ചു. ന്യായാധിപൻ എന്നെ കുറ്റവിമുക്തനാക്കി. എൻ്റെ കുട്ടി ശങ്കരഭട്ട്, ശ്രീപാദൻ്റെ ലീലകൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവയാണ്. ഞാൻ ന്യായാധിപൻ്റെ അടുത്തുനിന്ന് തിരികെ എത്തിയതിനു ശേഷം ശ്രീപാദൻ നവത്വം തുളുമ്പുന്ന 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു. ജനിച്ച സമയം മുതൽ ശ്രീപാദൻ ഭക്തന്മാരുടെ മുമ്പിൽ താൻ നിശ്ചയിക്കുന്ന പ്രായത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തിരുന്നത്. ശ്രീപാദൻ്റെ ലീലകൾ നേരിട്ട് അറിഞ്ഞവർക്ക് അത് സ്വാഭാവികമായേ തോന്നുകയുള്ളൂ. തികച്ചും ഉത്തേജിതമായ വിസ്മയത്തോടെ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, അങ്ങ് ഉയർന്ന ബ്രാഹ്മണ ജാതിയിൽ പിറന്നവനാണ്. അങ്ങ് അലക്കുകാർ പാർക്കുന്ന സ്ഥലത്ത് വരുന്നത് നല്ലതല്ല. ശ്രീപാദൻ ഇങ്ങനെ മറുപടി നൽകി, നരസാവധാനി ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തൻ്റെ തലയിൽ ഒരു അലക്കുകാരൻ്റെ ഭാണ്ഡത്തോട് ഉപമിക്കാവുന്ന പാപത്തിൻ്റെ ഒരു ചുമട് ചുമക്കുന്ന ഒരു അലക്കുകാരനാണ് അയാൾ. എന്നാൽ നിങ്ങൾ ബ്രഹ്മജ്ഞാനം കാക്ഷിക്കുന്ന ഒരു അലക്കുകാരനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉത്തമ ബ്രാഹ്മണനാണ്. ഞാനിവിടെ വരുന്നതിൽ അസംഗതമായി ഒന്നുമില്ല. ഞാൻ ശ്രീപാദൻ്റെ പാദങ്ങളിൽ വീണ് തേങ്ങിക്കരഞ്ഞു. അമൃതോലുന്ന കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി ദൈവീകമായ തൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കൈകൾ രണ്ടും എൻ്റെ തലയിൽ വെച്ചു. അപ്പോൾ എൻ്റെ പൂർവ്വജന്മം മുഴുവൻ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. എന്നിലുള്ള യോഗശക്തികൾ ചലനശക്തി നേടി. കുണ്ടലിനി ശക്തി ഉത്തേജിതമായി. ശ്രീപാദൻ പതുക്കെ നടന്ന് അപ്രത്യക്ഷനായി. നരസാവധാനി തൻ്റെ വീട്ടിൽ ക്ഷീര വളർത്തിയിരുന്നു. അവ നല്ല രുചികരമായിരുന്നു. അദ്ദേഹം അത് ആർക്കും കൊടുത്തിരുന്നില്ല. എത്ര കെഞ്ചിയാലും കൊടുക്കുകയില്ല. വലിയ പ്രതിഫലം തരുന്നവർക്ക് മാത്രം കൊടുക്കും. ശ്രീപാദൻ തൻ്റെ അമ്മയോട് ചീരക്കറി ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. നരസാവധാനിയുടെ വീട്ടിൽ നിന്ന് തന്നെ അത് മേടിക്കണമെന്നും പറഞ്ഞു. അത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് തോന്നി. മുത്തച്ഛൻ ബാപ്പൻ നാരുലു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ശ്രീപാദ, നാളെ രാവിലെ നീ തന്നെ നരസാവധാനിയോട് നിനക്ക് ചീര തരുവാൻ ആവശ്യപ്പെടൂ. ഞാൻ നിന്നെ എടുത്ത് അവിടേക്ക് കൊണ്ടുപോകാം. നരസാവധാനി തരുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിർബന്ധം പിടിക്കരുത്. ശ്രീപാദൻ അത് സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ ബാപ്പൻ നാരുലു ശ്രീപാദനെ നരസാവധാനിയുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. അദ്ദേഹം ശ്രീപാദനോട് വയസ്സു മൂത്തവരെ ബഹുമാനിക്കണം എന്നും അവരുടെ അനുഗ്രഹം നേടണമെന്നും പറഞ്ഞു. ശ്രീപാദൻ സമ്മതിച്ചു. നരസാവധാനി വീടിന് പുറത്ത് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ക്ഷുരകൻ അവിടെ വന്നു. അയാൾ നരസാവധാനിക്ക് ക്ഷൗരം ചെയ്യുവാൻ തയ്യാറാവുകയായിരുന്നു. മുത്തച്ഛൻ്റെ ചുമലിൽ ഇരുന്നു കൊണ്ട് ശ്രീപാദൻ നരസാവധാനിയെ കൈകൂപ്പി വന്ദിച്ചു. പെട്ടെന്നുണ്ടായ ഈ സംഭവത്തിൽ നരസാവധാനി അമ്പരന്നുപോയി. ശ്രീപാദൻ്റെ തീക്ഷ്ണ ദൃഷ്ടി നരസാവധാനിയുടെ തലയിലെ ശിഖയിന്മേൽ പതിച്ചു. ശിഖ അനായാസം നിലത്തു വീണു. നരസാവധാനി കുഴുങ്ങിയ അവസ്ഥയിലായി. ശിഖ എങ്ങനെയാണ് സ്വയം നിലത്തു വീണത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നെ ശ്രീപാദൻ തൻ്റെ മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛ, നരസാവധാനിക്ക് തൻ്റെ ശിഖ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പോൾ അത് സ്വമേധയാ നിലത്ത് വീണു. അദ്ദേഹം അത്രയധികം ഇഷ്ടപ്പെടുന്ന ഇലക്കറിയെക്കുറിച്ച്
ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഉചിതമല്ല. ഇപ്പോൾ തന്നെ കഠിന ദുഃഖം അനുഭവിക്കുന്ന അദ്ദേഹത്തെ ഞാൻ എന്തിനാണ് കൂടുതൽ ക്ലേശിപ്പിക്കുന്നത്? നമുക്ക് തിരികെ പോകാം. അതിനുശേഷം ഒരിക്കലും ശ്രീപാദൻ ചീര ആവശ്യപ്പെട്ടിട്ടില്ല. തന്നെ അഭിവാദ്യം ചെയ്യുന്നതിലൂടെ ശ്രീപാദൻ കളിച്ച കൗശലം നരസാവധാനി മനസ്സിലാക്കി. അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ തോന്നിക്കുന്ന തേജസ്വിയായ ഒരാൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നു. അയാൾ ആരാണെന്നും എവിടേക്ക് പോകുന്നെന്നും നരസാവധാനി ചോദിച്ചു. തേജസ്വിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദേഹത്തിലുള്ള പുണ്യശരീരമാണ്. നിങ്ങൾ നാളിതുവരെ അസംഖ്യം പ്രാവശ്യം വേദം ജപിച്ചിട്ടുണ്ട്, സ്വയംഭൂദത്തനെ ആരാധിച്ചിട്ടുണ്ട്. അതേ ദത്തൻ ശ്രീവല്ലഭനായി അവതരിച്ചപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ അവമാനിച്ചു. നിങ്ങൾക്ക് ചീരയോടും നിങ്ങളുടെ കുടുംബയോടും ഉള്ളതിൻ്റെ ലക്ഷത്തിൽ ഒരംശം സ്നേഹം ശ്രീപാദനോട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ജന്മം മോചിപ്പിക്കപ്പെടുമായിരുന്നു. മോഹത്തെ നശിപ്പിക്കുക എന്നാൽ മോക്ഷമാണ്. നിങ്ങൾ മോഹത്തിൻ്റെ കെട്ടുകൊണ്ട് തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. താമസമില്ലാതെ നിങ്ങൾ ദാരിദ്ര്യത്തെ നേരിടാൻ പോവുകയാണ്. അത് ഒഴിവാക്കുവാൻ ശ്രീപാദൻ നിങ്ങളിൽ നിന്ന് ചീരദാനം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു. ചോദിച്ചതനുസരിച്ച് നിങ്ങൾ ചീര അദ്ദേഹത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ആസന്നമായ ദാരിദ്ര്യം നിർവീര്യമാക്കപ്പെടുമായിരുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് ധനവും ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരം നിങ്ങളായിട്ട് തന്നെ നശിപ്പിച്ചു. എങ്കിൽ പോലും ശ്രീപാദൻ കാരുണ്യത്തിൻ്റെ സമുദ്രമാണ്. അദ്ദേഹം ഈ അവതാരത്തെ ഗോപ്യമായി വയ്ക്കുവാൻ പോവുകയാണ്. അദ്ദേഹം ഇനി ഒരു അവതാരമെടുക്കും. ആ കാലത്ത് നിങ്ങൾ നിർധനനായ ഒരു ബ്രാഹ്മണനായി ജനിക്കും. നിങ്ങൾ അന്നും ഗൃഹത്തിൽ ചീര വളർത്തും. ഉചിതമായ സമയത്ത് ഞാൻ വീണ്ടും നിങ്ങളുടെ ദേഹത്തിലേക്ക് പ്രവേശിക്കും. പിന്നീട് ശ്രീപാദൻ നിങ്ങളുടെ ഗൃഹം സന്ദർശിക്കും. നിങ്ങൾ പാകം ചെയ്ത് വിളമ്പുന്ന ചീരക്കറി ഭക്ഷിക്കും. അദ്ദേഹം നിങ്ങൾക്ക് സമ്പത്ത് നൽകും. എന്തായാലും തൽക്കാലം ഞാൻ നിങ്ങളെ വിട്ടുപോവുകയാണ്. ശ്രീപാദൻ്റെ അഭിവാദനം നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. അത് നിങ്ങളുടെ പുണ്യത്തിൻ്റെ സാക്ഷാത്കാരമായ എനിക്ക് നിങ്ങളെ വിട്ട് തന്നോട് ലയിക്കുവാനുള്ള ഒരു ആജ്ഞയായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദരവ് സ്വീകരിച്ചപ്പോൾ നിങ്ങളിലുള്ള എൻ്റെ രൂപത്തിൽ മൂർത്തീകരിക്കപ്പെട്ട നിങ്ങളുടെ പുണ്യം നശിച്ചു. മൂർത്തീകരിക്കപ്പെട്ട പാപം മാത്രം നിങ്ങളിൽ അവശേഷിച്ചു. ഇപ്രകാരം പറഞ്ഞ് പുണ്യപുരുഷൻ ശ്രീപാദനിൽ ലയിച്ചു. ആ സമയം മുതൽ നരസാവധാനിയുടെ ജീവിതനില ക്ഷയിക്കുവാൻ തുടങ്ങി. ആരും അദ്ദേഹം പറയുന്നത് ഗൗരവമായി എടുക്കാതായി. അദ്ദേഹത്തിനുണ്ടായിരുന്ന ശോഭ മങ്ങി. പീഡികാപുരത്ത് കോളറ വിഷൂചിക പടർന്നു പിടിച്ചു. പലരും മരിച്ചു. ജലമലിനീകരണം കൊണ്ട് രോഗാണുക്കൾ വർദ്ധിച്ചു എന്നും അതാണ് രോഗം പരക്കുവാൻ കാരണമെന്നും വൈദ്യന്മാർ നിശ്ചയിച്ചു. പരിഭ്രാന്തരായ ജനങ്ങൾ പുരാണ ലിഖിതങ്ങളിൽ നിന്ന് രക്ഷാമാർഗം കണ്ടെത്തി. ഭീതിതമായ രോഗത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് ബാപ്പനാരിയോട് അപേക്ഷിച്ചു. പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു. ബാപ്പനാരിലു പ്രശ്നത്തെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. വായുമണ്ഡലത്തിലെ മലിനീകരണമാണ് വെള്ളത്തിൻ്റെ മലിനീകരണമല്ല രോഗകാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് എതിരാണെന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും വൈദ്യന്മാർ പരുഷമായി പറഞ്ഞു. ജനങ്ങൾ ഗ്രാമദേവിയെ പ്രസാദിപ്പിക്കുവാനായി പല പൂജകളും ചെയ്തു. പല മൃഗബലികളും നടത്തി. ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അതിൻ്റെ ജീവശക്തി ബലാത്കാരമായി മോചിപ്പിക്കപ്പെടുന്നു. മന്ത്രജപം കൊണ്ട് ആ ജീവശക്തി ബലിദാനം ചെയ്യുന്നവൻ്റെ നിയന്ത്രണത്തിൽ വരുന്നു. പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുവാനുള്ള പല യോഗാഭ്യാസങ്ങളും ലഭ്യമാണെന്നും പല സാത്വിക ആരാധനാരീതികളും ഉണ്ടെന്നും ഗ്രാമദേവിയെ പ്രസാദിപ്പിക്കുവാൻ സാത്വിക രീതികളാണ് കൈക്കൊള്ളേണ്ടതെന്നും ബാപ്പനാരിലു പറഞ്ഞു. എന്നിട്ടും ജനങ്ങൾ മൃഗബലി നിർത്തിയില്ല. ശ്രീപാദ ശ്രീവല്ലഭനിലും അദ്ദേഹത്തിൻ്റെ ദിവ്യപ്രവൃത്തികളിലും വിശ്വാസമുണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. മൃഗബലി ആവശ്യപ്പെടരുത് എന്ന് താൻ ഗ്രാമദേവിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഗ്രാമദേവി ഒരു സമുദ്ര സ്നാനത്തിനായി പോയിരിക്കുകയാണെന്നും പാൽപായസം നിവേദിക്കുന്നത് കൊണ്ട് കാളീദേവി തൃപ്തിയായിക്കൊള്ളുമെന്നും ശ്രീചരണൻ അവരോട് പറഞ്ഞു. ഈ വിവരം ഗ്രാമത്തിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും പരക്കെ ചെണ്ടകൊട്ടി വിജ്ഞാപനം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ആരെയാണ് ഈ ചുമതല ഏൽപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് കോളറ പിടിപെട്ടിട്ടുള്ള വെങ്കയ്യയാണ് ഏൽപ്പിക്കേണ്ടത് എന്നും ഇത് തൻ്റെ ആജ്ഞയാണെന്ന് അയാളോട് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വസ്തരായ ശ്രീവല്ലഭ ഭക്തന്മാർ വെങ്കയ്യയുടെ അടുത്തു ചെന്നു. അയാളുടെ മരണം അടുത്തിരുന്നു. ശ്രീപാദൻ്റെ ആജ്ഞയെപ്പറ്റി അവർ പറഞ്ഞപ്പോൾ അയാൾക്ക് മോഹാലസ്യമുണ്ടായി. ഒരു നാഴിക നേരം കഴിഞ്ഞ് അയാൾ സാധാരണ പോലെ ആയി. ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുത്തു. ഈ വാർത്ത പീഡികാപുരത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടു. വിജ്ഞാപനം വെങ്കയ്യ ചെണ്ടകൊട്ടി അറിയിച്ചു.
വലിയൊരു പാത്രം നിറയെ വെള്ളം തൻ്റെ മുമ്പിൽ വയ്ക്കുവാൻ ബാപ്പൻ ആരുലു ആവശ്യപ്പെട്ടു. രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള ചില മന്ത്രങ്ങൾ അദ്ദേഹം ജപിച്ചു. വിഷമയമായ കീടങ്ങൾ ഒരു ശബ്ദത്തോടെ പാത്രത്തിലെ വെള്ളത്തിൽ വീണുകൊണ്ടിരുന്നു. അങ്ങനെ വായുമണ്ഡലത്തിലെ മാലിന്യം നീക്കം ചെയ്യപ്പെട്ടു. മാരകമായ രോഗം പീഠികാപുരത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. ഗണേശ ചതുർത്ഥി ദിവസം, അത് ശ്രീപാദൻ്റെ ജന്മദിനവുമാണ്. രാജശർമ്മ ഭാര്യയെയും ശ്രീപാദനെയും കൂട്ടി ബാപ്പനാര്യയുടെ ഗൃഹത്തിലേക്ക് പോയി. എപ്പോഴെല്ലാം ബാപ്പനാര്യ ശ്രീപാദൻ്റെ പാദപത്മങ്ങൾ സൂക്ഷിച്ചു നോക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭമൂലം അദ്ദേഹത്തിന് ആ പാദങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ ശുഭസൂചകമായ അടയാളങ്ങൾ കാണുവാൻ കഴിയാതെ പോയി. ഇത് അദ്ദേഹത്തിന് ഏറെക്കുറെ കുഴക്കുന്ന ഒരു കാര്യമായിരുന്നു. അന്ന് ആ വെളുപ്പിന് അരി പൊടിക്കുമ്പോൾ നിലത്ത് വീണിരുന്ന തവിടിൽ അദ്ദേഹം ദിവ്യമായ കാലടിപ്പാടുകൾ കണ്ടു. ബാപ്പനാര്യ തൻ്റെ മകൾ സുമതിയോട് ചോദിച്ചു, "അമ്മ, ഈ വഴി ആരാണ് പോയത്?" സുമതി പറഞ്ഞു, "അല്ലാതാരാ, അച്ഛൻ്റെ പ്രിയപ്പെട്ട പൗത്രൻ തന്നെ." ആ കാൽപ്പാടുകൾ 16 വയസ്സുള്ള ഒരു ബാലൻ്റേതുപോലെ തോന്നി. അദ്ദേഹം ശ്രീവല്ലഭനെ തൻ്റെ മടിയിലിരുത്തി ശ്രീചരണങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു. മുമ്പെല്ലാം തൻ്റെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭ അപ്പോൾ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭഗവാൻ ദത്തൻ്റെ അവതാരമാണെന്ന് തെളിയിക്കുന്ന ദിവ്യമായ അടയാളങ്ങൾ അദ്ദേഹത്തിന് കാണായി. അദ്ദേഹം ആ ദിവ്യചരണങ്ങളിൽ ചുംബിച്ചു. ശ്രീപാദൻ വാസ്തവത്തിൽ ഭഗവാൻ ദത്തൻ തന്നെ എന്ന് അദ്ദേഹത്തിന് തീർച്ചയായി. അപ്പോൾ ബാപ്പനാര്യയുടെ വായിൽ നിന്ന് അശ്രദ്ധമായി ചില വാക്കുകൾ പുറത്തു വന്നു. അവയുടെ വ്യാകരണപരമായ ശരിയോ വൃത്തപരമായ തെറ്റില്ലായ്മയോ ഒന്നും വിഷയമായിരുന്നില്ല. ശ്രീപാദൻ നിശബ്ദമായി മുത്തച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു, "മുത്തച്ഛ, അങ്ങ് സൂര്യനിൽ നിന്ന് ജീവശക്തിയെ ആവാഹിച്ച് ശ്രീശൈലത്തിലെ മല്ലികാർജുന ശിവലിംഗത്തിലേക്ക് പകർന്നു. അതേസമയത്ത് ഗോകർണത്തെ മഹാബലേശ്വരിലേക്കും പാതകേയ ക്ഷേത്രത്തിലെ സ്വയംഭൂദത്തനിലേക്കും സൂര്യനിൽ നിന്നുള്ള ജീവശക്തി ആകർഷിക്കപ്പെട്ടു. ഗോകർണ ക്ഷേത്രത്തെ വളരെയധികം ഊർജം കൊണ്ട് നിറയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മഹാബലേശ്വരത്തെ ജനങ്ങളുടെ അനഭലഷണീയമായ കമ്പനങ്ങളെ ഇല്ലാതാക്കി അവയെ പരമേശ്വരൻ്റെ ആത്മലിംഗത്തിലേക്ക് മാറ്റുകയും നല്ല കമ്പനങ്ങളെ ആശ്രിതരിലേക്ക് എത്തിക്കുകയുമായിരുന്നു എൻ്റെ ഉദ്ദേശം. അതേപോലെ ദർശനം കൊണ്ട് മാത്രം മോക്ഷം നൽകുന്ന മല്ലികാർജുനനിൽ കൂടുതൽ ശക്തി പകരുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങ് സത്യസന്ധനായ ഒരു യോഗിയാണ്. അമ്മ എൻ്റെ പാദങ്ങളെ വന്ദിച്ചു എന്നതുകൊണ്ട് ഞാൻ അല്പായുസായി പോകരുതെന്ന് അങ്ങ് നിശ്ചയിച്ചു. ശ്രീവല്ലഭൻ്റെ രൂപത്തിലുള്ള എൻ്റെ കാൽക്കൽ അമ്മ നമസ്കരിച്ചു എന്നതുകൊണ്ട് ഞാൻ അല്പകാലത്തേക്ക് മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. നമ്മൾ രണ്ടുപേരുടെയും വാക്കുകൾ തമ്മിലുള്ള സംഘട്ടനം ഒഴിവാക്കാനായി ഞാൻ ഇവിടെ ഗൃഹത്തിൽ 16 വർഷം മാത്രം താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ലൗകിക ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്ന ആത്മീയ കാംക്ഷികളെ എനിക്ക് സഹായിക്കേണ്ടതുണ്ട്. അങ്ങേക്ക് ഞാൻ ചിരഞ്ജീവി ആകണമെന്നുണ്ട്. ഞാൻ അതും നിറവേറ്റും. ശ്രീപാദ ശ്രീവല്ലഭൻ എന്ന നാമം വഹിക്കുന്ന ഈ മഹത്തായ ദിവ്യരൂപം മറച്ചു വയ്ക്കപ്പെടും. നൃസിംഹ സരസ്വതിയുടെ അവതാരത്തിനു ശേഷവും ഈ ശ്രീപാദ ശ്രീവല്ലഭ രൂപം ഒരു ശാശ്വത യാഥാർത്ഥ്യമായി നിലകൊള്ളും. നൃസിംഹ സരസ്വതിയായി ജനിക്കുന്ന ഞാൻ 300 സംവത്സരം കദളീ വനത്തിൽ തപസ്സിരിക്കും. അതിനുശേഷം പ്രജ്ഞാപുരത്ത് സ്വാമി സമർത്ഥനായി രൂപമെടുക്കുകയും എൻ്റെ ജീവശക്തി ഒരു അരയാലിലേക്ക് പകർന്ന് ശ്രീശൈലത്തിലെ ശിവലിംഗത്തിൽ ലയിക്കുകയും ചെയ്യും. ബാപ്പനാര്യ ഇതെല്ലാം ആശ്ചര്യത്തോടും അമ്പരപ്പോടെയും കേട്ടു. ശ്രീപാദൻ്റെ ജന്മദിനം മുത്തച്ഛൻ്റെ ഗൃഹത്തിൽ ആദ്യമായി വലിയ ആർഭാടമായി ആഘോഷിക്കപ്പെട്ടു. പീഠികാപുരത്ത് അന്ന് അസാധാരണമായൊരു സംഭവം നടന്നു. രാവിലെ നരസാവധാനിയും പൂജാരിയും മറ്റു ചിലരും കുക്കുടേശ്വര ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ സ്വയംഭൂദത്തൻ്റെ വിഗ്രഹം നഷ്ടപ്പെട്ടതായി കണ്ടു. വിഗ്രഹം കാണാതായ വാർത്ത ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു. നരസാവധാനിയോട് അസൂയയുള്ള ഒരു താന്ത്രികൻ ദുഷ്കർമ്മങ്ങൾ ചെയ്യാറുള്ള നരസാവധാനിയാണ് വിഗ്രഹം കാണാതായതിനു കാരണക്കാരൻ എന്ന പ്രചാരണം ഏറ്റെടുത്തു നടത്തി. പീഠികാപുരത്തെ ബ്രാഹ്മണ സമൂഹം നരസാവധാനിയുടെ വീട് പരിപൂർണമായി പരിശോധിക്കുവാൻ തീരുമാനിച്ചു. ബാപ്പനാര്യയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ചു കാത്താൽ സത്യം താനേ വെളിപ്പെടുമെന്നും തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉചിതമെന്നും പറഞ്ഞു. നരസാവധാനിയുടെ വീടിൻ്റെ പല ഭാഗങ്ങൾ കിളച്ചു നോക്കിയപ്പോൾ മനുഷ്യരുടെ തലയോട്ടികളും ആഭിചാരക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ചില സാധനങ്ങളും കണ്ടുകിട്ടി.
നരസാവധാനി നിരപരാധി ആയിരുന്നെങ്കിലും അദ്ദേഹം ആഭിചാര കർമ്മങ്ങളും ദുഷ്ക്രിയകളും ചെയ്യുന്നവനാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ദിനം പ്രതി മോശമായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ധ്യയായ ഒരു പശു ഉണ്ടായിരുന്നു. അതിനെ ഒരു കാളയെപ്പോലെ കൃഷിപ്പണി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. നരസാവധാനി അതിന് വേണ്ടതുപോലെ തീറ്റ കൊടുത്തിരുന്നില്ല. താന്ത്രികൻ ആ പശുവിൽ ഒരു ദുർദേവതയെ നിവേശിപ്പിച്ചു. ഒരു ദിവസം അത് കെട്ടിയ കയർ പൊട്ടിക്കുകയും വീട്ടിലുള്ളവരെ ഭയങ്കരമായി കുത്തുകയും ഗൃഹനാഥൻ ഓമനിച്ചു വളർത്തിയിരുന്ന ചീരത്തോട്ടത്തെ നശിപ്പിക്കുകയും ചെയ്തു. ആർക്കും അതിനെ പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞില്ല. അന്ന് നരസാവധാനിയുടെ അമ്മയുടെ ശ്രാദ്ധ ദിവസമായിരുന്നു. ഉഴുന്നുകൊണ്ടുള്ള അപ്പവും മറ്റു ചില ഭക്ഷണ സാധനങ്ങളും ധാരാളമായി ഉണ്ടാക്കിയിരുന്നു. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം പശു തിന്നു. അപ്പോഴേക്ക് അതിഥികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങൾ കഴിച്ചിരുന്നില്ല. നരസാവധാനിയുടെ വീട്ടിലേക്ക് തങ്ങളും പോകണം എന്ന് പറഞ്ഞ് ശ്രീപാദൻ തൻ്റെ അച്ഛനെ അലട്ടിക്കൊണ്ടിരുന്നു. രാജശർമ്മ ശ്രീപാദനെയും കൂട്ടി നരസാവധാനിയുടെ വീടിന് മുമ്പിൽ എത്തി. ആ സമയത്ത് പശുവും നരസാവധാനിയും പുറത്തു വന്നു. പശു ശ്രീപാദന് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ശ്രീപാദൻ്റെ പുണ്യപാദങ്ങൾ പ്രണമിച്ച് പ്രാണൻ വെടിഞ്ഞു. ഈ സംഭവത്തെ പീഠികാപുരത്തെ ജനങ്ങൾ പലവിധത്തിൽ വ്യാഖ്യാനിച്ചു. ഉഴുന്നപ്പത്തിൽ കരുതിക്കൂട്ടിയല്ലാതെ വിഷം കലരാൻ ഇടയായി എന്ന് ചിലർ പറഞ്ഞു. ഭക്ഷണം കഴിച്ച അതിഥികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് പശു ചത്തു. നരസാവധാനിക്ക് പശുവിനെ കൊന്നതിൻ്റെ കുറ്റമുണ്ട്. അതിൻ്റെ പാപം അയാളെ ബാധിക്കാതിരിക്കില്ല. ഈ വിമർശനങ്ങൾ നരസാവധാനിക്ക് വളരെയധികം മനോവേദനയുണ്ടാക്കി. ചാകുന്നതിന് മുമ്പ് പശു ശ്രീപാദനെ പ്രദക്ഷിണം വെച്ചതുകൊണ്ട് ശ്രീചരണനിൽ അസാധാരണ ദൈവിക ഗുണങ്ങൾ ഉണ്ടെന്നു പലരും കരുതി. ആയുർവേദ മരുന്നുകളെക്കുറിച്ച് രാജശർമ്മയ്ക്ക് അറിവുണ്ടായിരുന്നതുകൊണ്ട് നരസാവധാനി ആവശ്യപ്പെട്ടതനുസരിച്ച് രാജശർമ്മ അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്നു. രാജശർമ്മ വൈദ്യൻ എന്ന നിലയ്ക്ക് നരസാവധാനിയുടെ വീട്ടിൽ പോകുമ്പോഴെല്ലാം ശ്രീപാദനും കൂടെ പോകുമായിരുന്നു. രാജശർമ്മയ്ക്ക് വൈദ്യത്തിൽ നല്ല അറിവുണ്ടായിരുന്നുവെങ്കിലും നരസാവധാനിയുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം നരസാവധാനി മരിച്ചു. കിംവദന്തികളും അവാസ്തവ പ്രചാരണങ്ങളും അസത്യത്തെ വളച്ചു തിരിച്ച് സത്യമാക്കുവാനും നേരെ മറിച്ചും ഉള്ള ശ്രമങ്ങളും പീഠികാപുരത്ത് വ്യാപകമായി ഉണ്ടായി. രാജശർമ്മ സതുദ്ദേശത്തോടെയാണ് മരുന്ന് കൊടുത്തത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ യത്നം വിജയിച്ചില്ല. ജനനവും മരണവും ദൈവനിശ്ചയം അനുസരിച്ചാണല്ലോ സംഭവിക്കുന്നത്. ഏതോ താന്ത്രികൻ ചെയ്ത ക്രിയയുടെ ഫലമായാണ് നരസാവധാനി മരിച്ചത് എന്ന് ചിലർ വിചാരിച്ചു. വിരോധം ഉണ്ടായിരുന്നതുകൊണ്ട് രാജശർമ്മ വേണ്ടവിധം ചികിത്സിച്ചില്ലെന്നും മറ്റൊരു വൈദ്യൻ ചികിത്സിച്ചിരുന്നെങ്കിൽ നരസാവധാനി ജീവിക്കുമായിരുന്നു എന്നും മറ്റു ചിലർ ചിന്തിച്ചു. ശ്രീപാദ ശ്രീവല്ലഭനെ ദത്തൻ്റെ അവതാരമായി കണക്കാക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് വേറെ ചിലർ അഭിപ്രായപ്പെട്ടു. ശ്രീപാദൻ എല്ലാ ദിവസവും നരസാവധാനിയുടെ വീട് സന്ദർശിച്ചിട്ടും അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് ശ്രീപാദൻ ഒരു സാധാരണ ബാലനാണ്. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ചിലർ ചിന്തിച്ചത്. വിഷം ഉള്ളിൽ ചെന്ന് ഒരു പശു ചത്തു. പശുവിനെ കൊന്നതിൻ്റെ ഭയങ്കരമായ പാപഫലത്താൽ നരസാവധാനിയും മരിച്ചു. ഈ വീട്ടിൽ നിന്ന് ഏതാനും ശവശരീരങ്ങൾ കൂടി ശ്മശാനത്തിൽ എത്തും. ഗോഹത്യാ പാപത്തിൽ നിന്ന് മോചനത്തിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ബ്രാഹ്മണർക്ക് ഉദാരമായി ദാനങ്ങൾ ചെയ്യുക. സ്വർണം കൊണ്ട് പശുവിൻ്റെ രൂപമുണ്ടാക്കി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. 40 ദിവസം പ്രായശ്ചിത്ത യാഗങ്ങൾ നടത്തുക. യാഗ ദിവസങ്ങളിൽ ബ്രാഹ്മണർക്ക് ഭോജനം നൽകുക. പശുവിനെ കൊന്നതിൻ്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള പരിഹാരങ്ങളാണ് ഇവ. മേൽപ്പറഞ്ഞ പരിപാടി മുഴുവൻ നടത്തുവാൻ നരസാവധാനിയുടെ സ്വത്ത് മുഴുവൻ വിൽക്കേണ്ടതായി വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇടുത്തി വീണതുപോലെയായി ഇത്. നരസാവധാനിയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. രാജശർമ്മയും ശ്രീപാദനും ബാപ്പന്നാരിയും പരേതൻ്റെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിച്ചു. നരസാവധാനിയുടെ ഭാര്യ ശ്രീപാദൻ്റെ കൈകളിൽ പിടിച്ച് കരഞ്ഞു. അവർ പറഞ്ഞു, ശ്രീപാദ, എത്ര ദൂരെയായാലും ആഘോഷങ്ങൾക്ക് ഒരൽപ്പം മഞ്ഞളിനും കുങ്കുമത്തിനും വേണ്ടി മംഗല്യവതികളായ സ്ത്രീകളുടെ സദസ്സുകളിൽ ഞാൻ പോകാറുണ്ട്. നീ ദത്തനാണെങ്കിൽ നിന്റെ നരസണ്ണത്താത്തയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് നിനക്ക് അസാധ്യമായ കാര്യമാണോ? അമൃതം വഴിയുന്ന ഹൃദയത്തോടെ തൻ്റെ ദിവ്യമായ കൈകൾ കൊണ്ട് ശ്രീപാദൻ അവരുടെ കണ്ണുനീർ തുടച്ചു. എന്നാൽ ഒന്നും പറഞ്ഞില്ല. ശവസംസ്കാര ഘോഷയാത്ര പുറപ്പെട്ടു. ശ്രീപാദനും രാജശർമ്മയും ശ്രീ ബാപ്പന്നാരിയും എല്ലാവരും അതിൽ പങ്കെടുത്തു. നരസാവധാനിയുടെ മൂത്ത പുത്രൻ ചിതയ്ക്ക് തീ കൊടുത്തുവാൻ തുടങ്ങുകയായിരുന്നു. ശ്രീപാദൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ തറയിൽ വീണു.
ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ ശ്രീപാദൻ പറഞ്ഞു, മരിച്ചുപോയ അച്ഛൻ്റെ ചിതയ്ക്ക് മകൻ തീ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവനുള്ള അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ആശ്ചര്യപൂർവ്വം നോക്കി നിന്നു. ശ്രീപാദൻ പതുക്കെ നടന്നു ചെന്ന് നരസാവധാനിയുടെ നെറ്റിയിൽ 2 പുരികങ്ങൾക്ക് ഇടയ്ക്കുള്ള ഭാഗത്ത് തൻ്റെ തള്ളവിരൽ കൊണ്ട് സാവധാനം തൊട്ടു. അതേ വിരൽ കൊണ്ട് തൻ്റെ നെറ്റിയിലും അതേ സ്ഥാനത്ത് തൊട്ടു. നരസാവധാനി സാവധാനം ബോധം വീണ്ടെടുത്തു. തൻ്റെ ശവസംസ്കാര ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാവരുടെയും കൂടെ നരസാവധാനി മംഗളകരമായ ഒരു ഘോഷയാത്രയിൽ വീട്ടിലേക്ക് തിരികെ പോയി. ശ്രീപാദൻ തൻ്റെ നെറ്റിയിൽ പുരുകങ്ങൾക്കു മധ്യേ തൊട്ടപ്പോൾ നരസാവധാനിക്ക് കർമ്മതത്വത്തിൻ്റെ സൂക്ഷ്മമായ രഹസ്യങ്ങൾ മനസ്സിലായി. വീട്ടിലുണ്ടായിരുന്ന മച്ചിപ്പശു തൻ്റെ അമ്മയായിരുന്നു, വയസ്സൻ കാള അച്ഛനും. അവർ രണ്ടുപേരും നരസാവധാനിയുടെ പ്രായം ചെന്ന പിതൃമാതാവിനോട് മോശമായി പെരുമാറിയിരുന്നു. അതുകൊണ്ടാണ് അവർ ഇപ്രകാരം താഴ്ന്ന ജന്മം എടുക്കുവാനും തൻ്റെ അടിമകളായി പണിയെടുക്കുവാനും ഇടയായത്. മരണസമയത്ത് അമ്മ പശു അതിൻ്റെ പാൽ കുടിക്കുവാൻ ശ്രീപാദനോട് അപേക്ഷിച്ചിരുന്നു. അവർ അടുത്ത ജന്മം വീണ്ടും മച്ചിപ്പശുവായി വരുമ്പോൾ താൻ പാൽ കുടിച്ചുകൊള്ളാമെന്ന് ശ്രീപാദൻ ഉറപ്പ് കൊടുത്തതായും നരസാവധാനി മനസ്സിലാക്കി. ദുർഗ്രഹമായ സൂക്ഷ്മലോകങ്ങളുടെ വിശദ വിവരങ്ങളും അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങി. ഉദാഹരണത്തിന്, താന്ത്രിക ക്രിയകളിലൂടെ തന്നെ ഉപദ്രവിച്ച താന്ത്രികൻ താമസം കൂടാതെ മരിക്കുമെന്നും അടുത്ത ജന്മത്തിൽ അയാൾ ഒരു ബ്രഹ്മരക്ഷസാകുമെന്നും അപ്പോൾ ശ്രീപാദൻ ധാരാളം സ്വത്ത് തന്ന് ഒരു യോഗിയുടെ വേഷത്തിൽ തന്നോട് കനിവ് കാണിക്കുമെന്നും അദ്ദേഹത്തിന് വ്യക്തമായി. പിന്നെ ശ്രീചരണൻ ചീര കൊണ്ട് പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിക്കുകയും പടരുന്ന ആ പച്ചിലച്ചെടികളെ തൻ്റെ കൈകൾ കൊണ്ട് പിഴുതെടുക്കുകയും സ്വർണ്ണ നാണയങ്ങൾ നിറച്ച പാത്രങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യും. നരസാവധാനി തൻ്റെ ഭാവി വളരെ വ്യക്തമായി കണ്ടു. ശ്രീപാദൻ്റെ ലീലകൾ അഭൂതപൂർവവും അതുല്യവുമാണ്. ശ്രീവല്ലഭൻ നരസാവധാനിക്കും ഭാര്യയ്ക്കും കൊടുത്ത ദയാപൂർവമായ ഉപദേശത്തെയും അവരോട് എങ്ങനെയാണ് കാരുണ്യം കാണിച്ചത് എന്നതിനെയും കുറിച്ച് ഞാൻ നാളെ പറയാം. നമുക്ക് ശ്രീവല്ലഭൻ്റെ നാമം സ്മരിക്കുകയും ഒരു ഭജന പരിപാടിയിൽ കുറച്ചു സമയം ചെലവഴിക്കുകയും ചെയ്യാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ നാമം ശ്രുതിമധുരമായി ഒരുമിച്ച് പാടാം. എവിടെ അദ്ദേഹത്തിൻ്റെ നാമം സങ്കീർത്തനം ചെയ്യപ്പെടുന്നുവോ അവിടെ ശ്രീചരണൻ സൂക്ഷ്മരൂപത്തിൽ ചരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. തിരുമലദാസുവിനെ പോലുള്ള ഒരു ഭക്തൻ്റെ സംസർഗം ഉണ്ടായതിൽ ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ ഉയർത്തപ്പെട്ടവനായി എനിക്ക് തോന്നി. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.